അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ പുറത്ത് ബഹളം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കയറാനും ഇറങ്ങാനും പറ്റാത്തൊരു വണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊരു സാധനം വന്നിറങ്ങിയതാണ്. ആദ്യം വന്നപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്താണ് സംഭവം എന്ന് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇതേ പണിക്കാരെല്ലാവരും കൂടെ അതിനെ മെല്ലെ 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 നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ കോൺക്രീറ്റ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ വണ്ടി ഇപ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ഇതേ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വണ്ടി തിരിച്ചിട്ട് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട് പണി നടക്കുകൊണ്ട് ഇങ്ങനെ ഓരോ വണ്ടികളും ഓരോ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, വീട് പണി മാത്രമല്ല അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കുള്ള വരവും പോക്കും ഭയങ്കര റിസ്കി ടാസ്ക്കാണ് ഇപ്പോൾ നിലവിൽ. എന്തായാലും കുറച്ച് നേരം അവരെ ഇറക്കണതും കയറണതൊക്കെ നോക്കി ഇങ്ങനെ നിന്നേ. അവിടെ ഇങ്ങനെ വായു പൊളിച്ച് നിന്നപ്പോഴാണ് ഹൈസുവിന് ഫുഡ് കൊടുത്തിട്ടില്ല എന്നുള്ള ബോധം വന്നത്. അങ്ങനെ വേഗം ഓടി വന്ന് അവൻ്റെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഓനെ കുളിപ്പിച്ച് ഓനക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് വാക്കറിൽ ഇരുത്തിയിട്ട് കൊടുക്കുന്നത്. എങ്ങനെ ഇരുത്തി കൊടുത്താലും ഓൻ കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കിടത്തി കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇന്നിപ്പോൾ ആൾ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ട്. വാക്കറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാതും വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം അങ്ങനെ പോയി. എന്തായാലും ഓനോ ഒന്നുകൂടി കുളിപ്പിക്കേണ്ട ഒരവസ്ഥയായി ലാസ്റ്റ്. പിന്നെ എങ്ങനെയെങ്കിലാണെങ്കിലും നമ്മൾ എടുത്ത ഫുഡ് മുഴുവനായിട്ട് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ. ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഓനെ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്നും അറിയാതെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മേപ്പിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. കൂടെ ഇസു ഉണ്ട്. ഇസുവിന് പിന്നെ ഞാൻ എഴുതിയാനുണ്ടെങ്കിൽ ഓൻ്റെ പിന്നാലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഐസ് കുറേ ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഉമ്മ തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആളിപ്പം ഇങ്ങനത്തെ ഓരോ പരാക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 8 months കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതേ ഇന്ന് ചിക്കനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇസു അടുക്കളയിൽ വന്നിട്ട് ചിക്കൻ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എന്താ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് അതൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കയ്പ്പക്കുപ്പേരി ഉണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ തൂമിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കയ്പ്പക്കുപ്പേരിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ കയ്പ്പ് അധികം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചില കയ്പ്പക്ക് കയ്പ്പ് അധികം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ കയ്പ്പക്കക്ക് കയ്പ്പാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേര് തന്നെ അങ്ങനെയല്ലേ. എന്തായാലും നമ്മൾ എന്താ പറയുക, ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടൊന്ന് അടച്ചൊക്കെയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നമ്മൾ കീറൊന്നും ചെയ്തിട്ടില്ല, അതിനെ അങ്ങനെ ഇട്ടിക്കുകയാണ്. പക്ഷെ ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ സയാനും ഇപ്പിയും കൂടെ കക്കരി കട്ടിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മൂത്തച്ചി കൃഷി ചെയ്തുണ്ടാക്കിയ നല്ല നാടൻ കക്കരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില വാരിയിട്ട് 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്നോട്ടോ, അല്ലേ മേത്തേക്ക് തെറിക്കും. അങ്ങനെ അതൊക്കെ കൂടെ കോരിയെടുക്കുകയാണ്. മുളക് വേഗം കിട്ടി, കറിവേപ്പില അങ്ങോട്ട് പോരുന്നില്ല. ബിക്കോസ് ഞാൻ സ്പാച്ചിലുകൊണ്ടാണ് വാരിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നെപ്പോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ ഗസ്? താഴെ കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ആരെങ്കിലും ഉണ്ടോ സെറ്റ് ഇടാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള കറിവേപ്പില ഞാൻ അതിൽ തന്നെ ഇട്ടു കേട്ടോ. ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നീട് നമ്മൾ ചിക്കനൊക്കെ ഓരോന്ന് വെക്കുകയാണ്. പിന്നെ തോന്നിയൊക്കെ കൂടി നമുക്കൊരു കയ്യിൽ വെച്ച് വാരിയിടായിരുന്നു എന്ന്. പക്ഷെ ഞാനത് മനസ്സിലുണ്ടെങ്കിലും അത് ചെയ്യാതെ ഇതിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം വിചാരിച്ചു ഞാൻ ഒരു പാത്രം നിറച്ച് ഒരു ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിൻ്റെ സമയം കളയുന്നതെന്ന് കരുതിയിട്ട് ഉള്ളതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ ആയി. ചോറും നല്ല തിരക്കായി. ഒരാളത് നട്ടുച്ചക്ക് കണ്ണ് പല്ലേക്കുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, മത്സരമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വന്ന് കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് 1 മണിയൊക്കെ ആണ് കേട്ടോ. അപ്പോഴാണ് ആൾ പല്ല് തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് ലാവിഷായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താത്ത കുറച്ച് ചക്കക്കുട്ട നിന്നിട്ടോ. അതും കൂടെ കൂട്ടി കഴിച്ചു. കുറച്ചേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് ബീഫ് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സലാഡ് അച്ചാറൊന്നുമില്ലെങ്കിൽ അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് ഒന്ന് ശ്വാസം വിട്ടപ്പോഴേക്കും മഴ എവിടെ നിന്നൊക്കെ പാറി പറന്ന് വരുന്നുണ്ട്. അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാഗമൊക്കെ മാറിക്കൊണ്ട്. എന്നാലും നിശാക്ക അവിടെ എന്തൊക്കെയാണ് നിന്ന് കൂട്ടുന്നുണ്ട്. മഴയൊന്നും കാക്കൊക്കെ ഒരു വിഷയമല്ല തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇതേ നമ്മൾ പുറത്തും ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ മഴ വരണമെന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ രാവിലെ എന്താ പണി നടന്നതെന്ന് ഞാൻ കാണിച്ചു തന്നില്ലോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാകാനും വീടിനകത്ത് കയറിയതാണ് കേട്ടോ. വീട് ഫുള്ളായിട്ട് കാണിക്കുമെന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പം ഈ ഒരു സംഭവങ്ങൾ ഇതിങ്ങനെ അളവെടുത്ത് ഈ ഒരു ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യണമാണ് കേട്ടോ. ഈ ഒരു കൂടിനകത്തുള്ള എന്താ കബോർഡും കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കിയാലില്ലേ പാടം നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ താഴത്തെ മുത്തച്ഛന്മാരുടെ വീടുകളൊക്കെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ഇങ്ങനെ നിന്ന് കുറേ സമയം പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ വീട് മൊത്തത്തിൽ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.